നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന SIT അന്വേഷണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഒന്ന് ശബരിമലയിലെ ശ്രീകോവിലിലെ കട്ടിളപ്പടിയും വാതിലും ഇളക്കിക്കൊണ്ടുപോയി എന്നൊരു കേസ്, മറ്റൊന്ന് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ടുപോയി എന്നുള്ളൊരു കേസ്. രണ്ടും സ്വർണ്ണം പൂശുന്നതിന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ എല്ലാവിധ നിയമസംഹിതകളും തെറ്റിച്ചുകൊണ്ട് സന്നിധാനത്തിന് പുറത്തേക്ക്, അതായത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി സ്വർണ്ണം പൂശുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടു എന്നുള്ളതാണ് SIT രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2 കേസ്. എന്നാൽ 2 കേസുകൾ SIT രജിസ്റ്റർ ചെയ്തു, ഏതാണ്ട് 14 പേരെയും അറസ്റ്റ് ചെയ്തു. എന്നിട്ടും 90 ദിവസം കഴിയുന്ന സമയമായപ്പോഴും ഒന്നാമത്തെ കേസിൽ 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിച്ചില്ല. രണ്ടാമത്തെ കേസിലും 90 ദിവസം കഴിയാൻ ഇനി 2-3 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. അതായത് ഫെബ്രുവരി 2-ാം തീയതിയാണ് രണ്ടാമത്തെ കേസിലും 90 ദിവസം കഴിയുന്ന ആ ഒരു കാലാവധി പൂർത്തിയാകുന്നത്. അപ്പോഴും ഈ 2 കേസുകളിലും SIT കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഗുരുതരമായ വീഴ്ച തന്നെയായി ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ഈ 2 കേസുകളിലും പ്രതികളായി അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന എല്ലാ പ്രതികൾക്കും സ്വാഭാവിക ജാമ്യം കിട്ടുന്നതിനുള്ള സാധ്യതയാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഒരു കേസിൽ മാത്രം പ്രതിയായ മുൻ തിരുവിതാംകൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായ മുരാരി ബാബു ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. ആ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്, 2 കേസിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഒരു കേസിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു കേസ് കൂടിയുള്ളതിനാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ ആയില്ല എന്നുള്ളത് മാത്രമാണ് യാഥാർത്ഥ്യം. ഇവിടെയാണ് ശബരിമല ശാസ്താവിന്റെ ഭക്തരെയും കേരളീയരെയും ഞെട്ടിച്ചുകൊണ്ട് ചില സമ്മർദ്ദങ്ങൾക്കും ചില വഴിപ്പെടലുകൾക്കും SIT നിന്നുകൊടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഉരുത്തിരിയുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള നിഷ്പക്ഷമായിരിക്കും, ഒരുവിധ സ്വാധീനങ്ങൾക്കും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാത്ത രീതിയിലുള്ള അന്വേഷണമായിരിക്കും SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നാണ് സാമാന്യേന ജനങ്ങൾ വിചാരിച്ചിരുന്നത്. എന്നാൽ ആദ്യമൊക്കെ അത് അത്തരത്തിലായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നൊരു പ്രതീതി സൃഷ്ടിക്കുവാൻ SITക്ക് സാധിച്ചു. എങ്കിലും പിന്നീട് അങ്ങോട്ട് മന്ദഗതിയിലാണ് അന്വേഷണം നീങ്ങുന്നതായി കണ്ടത്. അതായത് 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം മുതൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SITയുടെ അന്വേഷണം മന്ദീഭവിച്ച നിലയിലായിരുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഇത് വിമർശനാത്മകമായി നിരീക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? പ്രതികൾ എന്ന് തോന്നുന്ന ആളുകൾ അവരെത്ര ഉന്നതരായാലും അവരെ ചോദ്യം ചെയ്യുവാനും കസ്റ്റഡിയിൽ എടുക്കുവാനും അറസ്റ്റ് ചെയ്യുവാനും എന്തിനാണ് മടിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും SIT നേരിടേണ്ടി വന്നത്. നിശിതമായ വിമർശനം തന്നെയാണ് പിന്നീട് പല സമയങ്ങളിലും SIT നേരിടേണ്ടി വന്നത്. എന്നാൽ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്ന 2 കേസിലും പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്നതിനുള്ള അന്തരീക്ഷം ഉരുത്തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. CPMന്റെ സമുന്നതരായ നേതാക്കളിൽ പലരും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അകത്ത് കിടക്കുന്നു, ജയിലിലാണ്. CPMന്റെ MLAയും CPMന്റെ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, CPMന്റെ നോമിനിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 2 തവണ കമ്മീഷണറായിരുന്ന N വാസു തുടങ്ങിയ CPMന്റെ വലിയ ഒരു നിര നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ജയിലിൽ കിടക്കുന്നത്. ഇത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും CPMന്റെ സമുന്നതരായ നേതാക്കളിലേക്ക് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലോ അറസ്റ്റോ നീണ്ടു ചെല്ലുകയാണെങ്കിൽ അത് CPMന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതെയാക്കും. 2026 CPMന് അത് വലിയ തിരിച്ചടിയാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് 2018-19 കാലഘട്ടത്തിൽ ശബരിമലയിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ഈ സ്വർണ്ണക്കൊള്ളയിൽ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടും പിന്നീട് കടകംപള്ളിക്കെതിരെ യാതൊരു തരത്തിലുള്ള നിയമ നടപടികളും കൈക്കൊള്ളാതെ SIT ഒഴിഞ്ഞു മാറിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ സാമാന്യേന ജനങ്ങൾ കരുതുന്നത്. കഴിഞ്ഞ ദിവസം ഇത് ബഹുമാനപ്പെട്ട കോടതിയും നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പ്രതികൾക്ക് സ്വാഭാവികമായി ജാമ്യം കിട്ടത്തക്ക രീതിയിലുള്ള അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ, അതായത് കുറ്റപത്രം സമർപ്പിക്കാത്ത തരത്തിലുള്ള ഒരു അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അത് സാധാരണക്കാർക്കിടയിൽ ഒരു സംശയത്തിന് ഇട നൽകും എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. എന്നാൽ SITയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു അലംഭാവം ഉണ്ടാവുകയാണെങ്കിൽ ഇതുവരെയും ശബരിമലയിൽ നിന്ന് നഷ്ടമായ സ്വർണം കണ്ടെത്തുവാൻ SITക്ക് സാധിച്ചിട്ടില്ല. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി എവിടെ പോയി എന്നുള്ളത് ആ തൊണ്ടി മുതൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അന്താരാഷ്ട്ര വിഗ്രഹ മാഫിയ അത് ആന്റിക് വാല്യൂ അനുസരിച്ച് ഏതാണ്ട് 1000 കോടി രൂപയ്ക്ക് വിഗ്രഹ മോഷ്ടാക്കൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ വിറ്റു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ആരോപണം നിലവിലുണ്ട്. ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പടിയിൽ നിന്ന് സ്വർണം വേർതിരിച്ചു എടുത്തു എന്ന് പറയുമ്പോൾ SIT അത് സാക്ഷ്യം ചെയ്യുമ്പോൾ, അല്ല എന്നുണ്ടെങ്കിൽ സ്ഥിരീകരിക്കുമ്പോൾ ആ സ്വർണം കണ്ടെത്തുവാനും SITക്ക് സാധിച്ചിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ബെല്ലാരിയിലെ റോത്തം ജ്വല്ലറിയായ ഉടമ ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്തു. റോത്തം ജ്വല്ലറിയിൽ നിന്ന് ഏതാണ്ട് 450 ഗ്രാം സ്വർണം കണ്ടെത്തിയെങ്കിലും അത് ശബരിമലയിലെ സ്വർണം തന്നെയാണ് എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള ഉറപ്പും SITക്ക് നൽകാനാവുന്നില്ല. അതുകൊണ്ട് 2 കേസുകളിലും തൊണ്ടി മുതൽ കണ്ടെത്താനാവാത്തതിന്റെ പേരിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുവാനും SITക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് സ്വാഭാവികമായ ജാമ്യം കിട്ടുവാൻ വേണ്ടി SITയുടെ ഭാഗത്തു നിന്നും ഒരു അലംഭാവം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നിരീക്ഷിക്കപ്പെടുന്നത്.
എന്നാൽ ഇതിന് തക്കതായ തിരിച്ചടി നൽകിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇ ഡിയുടെ രംഗപ്രവേശം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വ്യാപകമായി വൻതോതിലുള്ള കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് ഒരു പരാതിയിന്മേലായിരുന്നു ഇ ഡി ഈ കേസുമായി ബന്ധപ്പെട്ട് എത്തുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലുമായി ഒരേ സമയത്ത് ഇ ഡി ഒരു വലിയ സെർച്ച് നടത്തുകയുണ്ടായി, വലിയൊരു റെയ്ഡ് നടത്തുകയുണ്ടായി. 21 ഇടങ്ങളിലാണ് അന്ന് ഇ ഡി റെയ്ഡ് നടത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, എൻ വാസു, പത്മകുമാർ തുടങ്ങി നിരവധി പ്രതികളുടെ വീട്ടിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തുമാണ് അന്ന് ഇ ഡി റെയ്ഡ് നടത്തിയത്, വിലപ്പെട്ട നിർണായകമായ രേഖകൾ കണ്ടെത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും റെയ്ഡ് നടത്തിയ ഇ ഡി കണ്ടെത്തിയ രേഖകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാങ്ക് ട്രാൻസാക്ഷൻ അടക്കമുള്ള രേഖകൾ കണ്ടെത്തിയിരുന്നു. അതുപോലെ ഇപ്പോൾ ഇ ഡി വളരെ നിർണായകമായ മറ്റൊരു നീക്കം കൂടി നടത്തുന്നു. 2018-19 കാലഘട്ടത്തിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇ ഡി നോട്ടീസ് അയക്കുന്നു. മറ്റു 12 പേർക്ക് കൂടി ഇ ഡി നോട്ടീസ് അയച്ചു വരുത്തുവാൻ നിയമോപദേശം തേടിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഇ ഡി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുന്നത് എന്ന് പറയുമ്പോൾ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും പല നിർണായകമായ വിവരങ്ങളും കിട്ടുകയുണ്ടായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് ലഭിച്ച രേഖകളിൽ കടകംപള്ളി സുരേന്ദ്രനുമായി നിർണായകമായ ബാങ്ക് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള രേഖകൾ ഇടിക്ക് കിട്ടുകയുണ്ടായി. ഇതേ തുടർന്ന് കടകംപള്ളി സുരേന്ദ്രന്റെ ബിനാമികൾ എന്ന് സംശയിക്കുന്ന അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രന്റെ ബന്ധുക്കളുടെയും എല്ലാം കൃത്യമായ ബാങ്ക് ട്രാൻസാക്ഷൻ റെക്കോർഡുകൾ ഇ ഡി കരസ്ഥമാക്കിയിരിക്കുന്നു. ഇതേ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുന്നത് എന്ന് പറയുമ്പോൾ പ്രശാന്ത്, അതായത് 2025 തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായിരുന്ന ടി വി പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു വരുമ്പോൾ, ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുമ്പോൾ തീർച്ചയായും അത് വൻ കുരുക്കിലേക്കാണ് മാറുന്നത്. പറഞ്ഞു വരുന്നത് SIT രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഇപ്പോൾ അറസ്റ്റിലായി അകത്ത് കിടക്കുന്ന എല്ലാ പ്രതികൾക്കും കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിൽ വരുന്ന ആഴ്ച കോടതിയിൽ നിന്ന് സ്വാഭാവിക ജാമ്യം കിട്ടുമ്പോൾ ഇ ഡി ഈ കേസിൽ ഊരാക്കുടുക്കുമായി മുന്നോട്ട് വരുന്നു. SITയുടെ അന്വേഷണത്തിൽ തൃപ്തികരമല്ലാത്ത രീതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കേസ് CBIക്ക് വിടാനുള്ള സാഹചര്യവും ഉരുത്തിരിഞ്ഞു വരുന്നു. എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി കൂടുതൽ കൂടുതൽ കടകംപള്ളി സുരേന്ദ്രന്റെയും കുടുംബക്കാരുമായി ബന്ധപ്പെട്ട എല്ലാവിധ ബാങ്ക് ഇടപാടുകളും ട്രാൻസാക്ഷനുകളും ഇ ഡി കണ്ടെത്തിയിരിക്കുന്നു. ഇതേ തുടർന്നാണ് കടകംപള്ളി സുരേന്ദ്രനെ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുന്നത് എന്ന് പറയുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്നൊരു ധ്വനി തന്നെയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പറയാനാവുക. എന്തായാലും SITയുടെ കേസ് അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ അലംഭാവം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ മറികടക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇ ഡി ഈ കേസിൽ സജീവമായിരിക്കുന്നു. മാത്രമല്ല SITയുടെ അന്വേഷണ പുരോഗതിയിൽ തൃപ്തികരമല്ല എന്നൊരു അഭിപ്രായം ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഉണ്ടാവുകയാണെങ്കിൽ, ദേവസ്വം ബെഞ്ച് ഡിവിഷൻ ഉണ്ടാവുകയാണെങ്കിൽ, തീർച്ചയായും CBI അന്വേഷണം ശുപാർശ ചെയ്യുകയാണെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വിചിത്രമായ അല്ലെങ്കിൽ ഇതുവരെയും ജനം അറിയാതിരുന്ന കള്ളക്കളികൾ പുറത്തു വരും. എന്തായാലും ഇ ഡി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ മുൻ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായ പ്രശാന്തിനെ കൂടി വിളിച്ചു വരുത്തുന്നു. അങ്ങനെ 12 പേരടങ്ങുന്ന നിർണായക വ്യക്തികളെ കൂടി വിളിച്ചു വരുത്തുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വൻ വഴിത്തിരിവുണ്ടാകുന്നു. ഏതെങ്കിലും തരത്തിൽ SITയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഇ ഡിക്ക് കൃത്യമായി തന്നെ കണക്കുകൂട്ടലോടുകൂടി ഇ ഡി മുന്നോട്ട് പോകുമ്പോൾ കള്ളന്മാരെല്ലാവരും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാ തീവെട്ടിക്കൊള്ളക്കാരും അറസ്റ്റിലാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഈ വിഷയത്തിൽ ഇനിയും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.